അതിലേക്ക് ഒരു നമുക്ക് എന്തെങ്കിലും പക്ഷെ അതൊക്കെ നമ്മുടെ വ്യക്തിപരമായ ഉത്തരവാദിത്തമല്ലേ. നമുക്ക് ജീവിതത്തിൽ നമുക്ക് കൂടെ ആരുമില്ല, നമുക്ക് കൂടെ ഒരാളെ വേണമെന്ന് അങ്ങനെ തീരുമാനിക്കാം. നോക്കൂ, വ്യക്തിപരമായിട്ടുള്ള ഉത്തരവാദിത്തം എന്ന് പറയുമ്പോൾ CPM നമ്മളെ ഒരു ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഒരു ഘട്ടത്തിന്റെ. പിന്നെ ശനി സിന്ധുവിനെ ഉപയോഗപ്പെടുത്തുക, ശനി ഇത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഞാൻ നടത്തി. അതുകൊണ്ട് എനിക്കൊരു സ്വകാര്യ കോളേജ് ജോലി ലഭിച്ചതാണ് 6 മാസങ്ങൾക്ക് മുമ്പ്. അപ്പൊ ഈ ജോലി പോലും പോകണ്ട എന്ന് CPM നേതൃത്വം പറഞ്ഞു. അതിപ്പോ വ്യക്തിപരമായിട്ട് ഞാൻ പറയുന്നത് ശരിയല്ലല്ലോ, പക്ഷെ CPM നേതൃത്വം പറഞ്ഞു അങ്ങനെ കോളേജിൽ ലഭിക്കുന്ന ജോലിയാണ്, അപ്പൊ നമുക്ക് എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയുമായിരുന്നു. പക്ഷെ അതുപോലും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ ഇങ്ങനെ വ്യക്തിപരമായി ഹരാസ് ചെയ്യുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ എനിക്ക് ഇത്തരം ഒരു നിലപാട് സ്വീകരിക്കേണ്ടി വന്നു. ഇത് കേവലം ഒരു ദിവസം കൊണ്ടല്ല ഞാൻ കോൺഗ്രസ് പാർട്ടി. സിന്ധു, അവിടെ ഉണ്ടാവുന്ന കാര്യം, ഇടത് രാഷ്ട്രീയത്തിൽ വളരെ സജീവമായിരുന്ന ഒരാൾ, അതായത് ആഗോളവൽക്കരണത്തിനെതിരെയും സാമ്രാജ്യത്വത്തിനെതിരെയും സർക്കാരിന്റെ നയങ്ങളെക്കുറിച്ചും വിദ്യാഭ്യാസം അടക്കമുള്ള കാര്യങ്ങളുടെ നിലപാടുകളെ കുറിച്ചും ശക്തമായി പറഞ്ഞുകൊണ്ട് കേരളത്തിന് മുന്നിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരാൾ ഒരു ദിവസം രാവിലെ കോൺഗ്രസിലേക്ക് പോവുകയാണെന്ന് പറയുമ്പോൾ അങ്ങനെ ഉറങ്ങി എണീക്കുമ്പോഴേക്കും മാറാകുന്ന ഒന്നാണോ സിന്ധുവിന്റെ രാഷ്ട്രീയം? ഷാനി, ഒറ്റ ദിവസം കൊണ്ട് ആർക്കെങ്കിലും ഒരു രാഷ്ട്രീയ മാറ്റം വരുത്താൻ വേണ്ടി കഴിയോ? ഇല്ലല്ലോ. ഞാൻ കഴിഞ്ഞ മായി ആലോചിച്ചുകൊണ്ടിരിക്കുന്നു, അതിനനുസൃതമായി വായിച്ചുകൊണ്ടിരിക്കുന്നു, പിന്നെ ഞാൻ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയെല്ലാമാണ് ഞാൻ ഇത്തരം തീരുമാനത്തെത്തി. കേവലം ഒരു ദിവസം കൊണ്ടല്ല, കുറെ ആലോചിച്ചതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. പ്രവർത്തകരെ, പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഏത് പ്രവർത്തകരെയാണെങ്കിലും രാഷ്ട്രീയമായി എതിർക്കുന്നതിനേക്കാൾ ഏറ്റവും ആദ്യം ശ്രമിക്കുക വ്യക്തിപരമായി തളർത്താനാണ്, പ്രത്യേകിച്ച് അപവാദ പ്രചരണങ്ങൾ. സിന്ധു കാര്യത്തിൽ നേരത്തെ തന്നെ അതിനുള്ള പലതരത്തിലുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. ഇപ്പൊ കേൾക്കുന്നത് സിന്ധു കല്യാണം പ്രതിശ്രുത വരന്റെ വീട്ടുകാർക്ക് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് സിന്ധു CPM ഇട്ടത്, കോൺഗ്രസ്സുകാരാണ് അവര് എന്നൊക്കെയാണ്. സത്യമാണോ? സിന്ധു കല്യാണത്തെ കുറിച്ച് ആലോചിക്കും? ഇല്ല, അതിൽ യാതൊരു വാസ്തവുമില്ല. അത് ഏതോ ഒരു ഈവനിങ് ഡെയിലി എന്നാണ് പറയുന്നത്. ഞാൻ അവരോട് വിളിച്ചു പറഞ്ഞു നിങ്ങൾ എങ്ങനെയാണ് ഇത് കൊടുത്തതെന്ന് ചോദിച്ചു. പറഞ്ഞു കുറെ സുഹൃത്തുക്കൾ പറയുന്നു എന്നാണ്. ഇങ്ങനെയൊക്കെ വാർത്തകൾ കൊടുത്തു. അതിന്റെ തുടർച്ചയിലാണ് ഇന്റർനെറ്റിലും അതുപോലെ മെയിലിലൊക്കെ ഇപ്പൊ പറഞ്ഞു. അതിലൊരു വാസ്തവമുള്ള കാര്യമല്ല കേട്ടോ. ആലോചിക്കുന്നില്ല. പൊതുവില്ല, ഞാൻ ആലോചിക്കുന്ന വീട്ടിലെല്ലാം അതിനെ സംബന്ധിച്ചിട്ടുള്ള ആലോചനകൾ നടക്കുന്നുണ്ട്. പക്ഷെ ഇല്ല, അത്തരത്തിൽ നമ്മൾ തമ്മിലുള്ള ഒരു പേഴ്സണൽ ടോക്ക് ആയതുകൊണ്ട് ചോദിക്കുന്നത്. ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ ആലോചനകൾ നടക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ ഉറപ്പിച്ചു എന്നൊക്കെ പറയുന്ന വാസ്തവവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. ഓർക്കുട്ടില് സിന്ധുവിന്റെ തന്നെ പ്രൊഫൈലിൽ വന്നിട്ടുള്ള കുറെ പോസ്റ്റിങ്ങുകൾ കണ്ടിട്ടുണ്ട്, ഭക്തിഗാനങ്ങൾ പാടുന്നതൊക്കെ. അത് ഒരുപാട് ചർച്ചയായിട്ടുണ്ട് കേരളത്തിൽ. ആ പാട്ടുകളൊക്കെ സിന്ധു തന്നെ പാടിയതാണോ? ചിലതെല്ലാം പാടിയതുണ്ട്, ചിലതെല്ലാം അല്ലാതെ വോയിസ് കൊടുത്തിട്ടുള്ളതുണ്ട്. ഇപ്പൊ ഒരു പാട്ട് ഞങ്ങൾക്ക് വേണ്ടി പാടാൻ പറ്റുമോ? ഇപ്പൊ പാടാൻ എന്റെ തൊണ്ട തീരെ വയ്യാത്തൊരവസ്ഥയിലാണല്ലോ. ഒച്ച കണ്ടില്ലേ, ശരിയൊന്നുമില്ല. പിന്നീട് ഒരു അവസരത്തിൽ ഉറപ്പായിട്ടും പാടാം. പ്രോമിസ് ആയിട്ട് തന്നെ ഇരിക്കും. തീർച്ചയായും. പുതുപ്പള്ളിയിലെ പ്രസംഗത്തിനിടെ സിന്ധു തന്നെ പറഞ്ഞത് കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, അന്ന് കാല് വയ്യാത്ത സമയത്ത് സ്ഥാനാർത്ഥിയായിരുന്ന സമയത്തൊക്കെ ഒരുപാട് കൊണ്ട് നടന്ന പി.കെ. തന്നെ മന്ത്രിയായ ശേഷം ഒരു ചായ പോലും വാങ്ങി തന്നിട്ടില്ല. ഞാനൊക്കെ വിചാരിച്ച വലിയ കാര്യം പറയാൻ പോവാണ്. പക്ഷെ സിന്ധു പറഞ്ഞത് മന്ത്രിയായ ശേഷം ഒരു ചായ പോലും പി.കെ. വീട്ടിൽ നിന്ന് ഉണ്ടാക്കി തന്നിട്ടില്ലാണ്. സിന്ധു കാര്യങ്ങളൊക്കെ അങ്ങനെ വ്യക്തിപരമായി കാണുന്ന ആളാണ്, അങ്ങനെ ഫീൽ ചെയ്യുന്ന ആളാണോ ഇതുപോലെ? അല്ല, നമ്മൾ ഒരുപാട് ിരുന്ന ഒരു വ്യക്തിയിൽ നിന്നും നമുക്ക് എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഒരു ചെറിയ രീതിയിലായ പോലും ഒരു ഇതുണ്ടാവുമ്പോൾ വിഷമം ഉണ്ടാവും. അത് അന്നത്തെ സ്വാഭാവികമായിട്ടും അറിയാലോ, ഒരു പാർട്ടി വിട്ട് ഇതിലേക്ക് വരുന്നു, അന്ന് അങ്ങനെ ഉണ്ടായിട്ടുള്ള ഒരു ഫീലിങ്സ് അതെല്ലാം പുറത്തു പറയുന്നതിന്റെ ഭാഗമായിട്ട് അന്ന് പറഞ്ഞതാണ് ആ സംഭവം. എന്തായാലും ടീച്ചറായിട്ട് ഞാൻ നല്ല ബന്ധത്തിൽ സൂക്ഷിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ എപ്പോഴോ വെച്ചിട്ട് ആ ബന്ധത്തിൽ കുറെ ബ്രേക്ക് ഉണ്ടായി, സംഭവങ്ങളുണ്ടായി. ഈ പല ശൈലികളും, ഈ പറഞ്ഞ ശൈലികളൊക്കെ വരുന്നതിന്റെ കൂടെ ചോദിക്കാവുന്നതാണ്. ലതിക സുഭാഷിനെ VS ഏത് സ്ഥാനാർത്ഥിയെ കുറിച്ചുള്ള ചോദ്യത്തിന് VS പറയുന്നത് നമ്മൾ കേട്ടാണല്ലോ. ആ ശൈലി അത്തരം ശൈലിയാണോ രാഷ്ട്രീയത്തിൽ? അല്ല, അദ്ദേഹം പൊതുവിൽ അങ്ങനെ ഭാഷണങ്ങൾ നടത്തുന്ന ഒരു വ്യക്തി. ഞാൻ CPM നിന്ന് പുറത്തു വന്ന് എന്റെ ശ്വാസ ആ പാർട്ടി നിലയ്ക്ക് എന്ന് അദ്ദേഹം വിളിച്ചുവല്ലോ. ശ്രീമതി ലതിക സുഭാഷിനെതിരെ വിളിച്ചു. അപ്പൊ എതിർ സ്ഥാനാർത്ഥി സ്ത്രീ കുറച്ചുകൂടെ ശ്രദ്ധ വേണം. ഞാനും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു മുഖ്യമന്ത്രിക്കെതിരെ മത്സരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അന്ന് അദ്ദേഹം എനിക്കൊരു വ്യക്തിപരമായി രാഷ്ട്രീയപരമായി പറഞ്ഞിട്ടുണ്ടാകാം, പക്ഷെ വ്യക്തിപരമായിട്ട് നമ്മൾ പറഞ്ഞിട്ടില്ല. അതങ്ങനെ ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് സ്ത്രീകളല്ല ഇങ്ങനെ രാഷ്ട്രീയത്തിൽ കടന്നു വരുന്നു, പ്രവർത്തിക്കുന്നു. ഒരുപാട് പരിമിതികൾ ഭേദിച്ചുകൊണ്ടാണ് സ്ത്രീകൾ പുറത്തേക്ക് വരുന്നത്. അപ്പൊ അവരെ സപ്പോർട്ട് ചെയ്യാണ് വേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പുതുപ്പള്ളിയിൽ പ്രസംഗിക്കുമ്പോൾ ഉമ്മൻചാണ്ടി സാറ് എന്നെ മൂന്നാമത്തെ മകളായി സ്വീകരിച്ചു എന്ന് പറഞ്ഞു. നേരത്തെ പിണറായി വിജയൻ പിതാവിനെ പോലെയാണ് എന്ന് പറഞ്ഞു. നേതാക്കളുമായി വ്യക്തിപരമായ അടുപ്പത്തെ കുറിച്ച് മാത്രമാണോ സിന്ധു ബോധം? അങ്ങനെയാണോ രാഷ്ട്രീയത്തിൽ? എന്റെ പൊളിറ്റിക്സ് ഇതാണ്, ഞാൻ ഈ പാർട്ടിക്ക് വേണ്ടി എടുക്കുന്ന നിലപാടാണ്, അത് നിങ്ങൾ ഉപയോഗപ്പെടും, അങ്ങനെ കാണാൻ സിന്ധു ആവശ്യപ്പെടുന്നുണ്ടോ പാർട്ടിയോട്? തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ തന്നെയാണല്ലോ ആവശ്യം. ഞാൻ ഇവരോട് പറഞ്ഞിട്ടുള്ളത് എനിക്ക് പ്രവർത്തിക്കാനുള്ള ഒരു വേദി ഒരുക്കി തരണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ നമുക്ക് സ്വാഭാവികമായിട്ട് നല്ല മനുഷ്യരാണല്ലോ. ആര് വഴിയാണ് സിന്ധു കോൺഗ്രസിലേക്ക് വരുന്നത്?
ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. എന്റെ പ്രത്യേകിച്ച് യൂത്തിൽ പ്രവർത്തിച്ചിരുന്ന ഹൈബി, ഷാഫി, VT ബൽറാം, വിഷ്ണുനാഥ്, അങ്ങനെയുള്ള സുഹൃത്തുക്കളെല്ലാം എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് കുറെ കാലങ്ങളായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. നമ്മൾ സുഹൃത്തുക്കളാകുമ്പോൾ എന്റെ ഒരു സുഹൃത്ത് വലയം തന്നെ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ ഇവരൊക്കെ ആയിരുന്നു. SFIയിലും ഇപ്പോഴും വിളിക്കുന്നുണ്ടല്ലോ, SFIയിൽ കുട്ടികളൊക്കെ ഇപ്പോഴും വിളിക്കുന്നുണ്ട്. ഞാൻ എന്തായാലും ആ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് എല്ലാ രാഷ്ട്രീയത്തിനും അപ്പുറം വ്യക്തിബന്ധങ്ങൾ ഉണ്ടാവുമല്ലോ നമുക്ക്, അതും ഉണ്ട് നമുക്ക്. പറഞ്ഞപ്പോ ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെ ഒക്കെ പ്രതികരണം ഉണ്ടായിരുന്നു. അവരെന്താ സിന്ധുവിനോട് പറഞ്ഞു? അല്ല, ഞാൻ അവരായിട്ട് ചർച്ച ചെയ്തു. എനിക്ക് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കാൻ താല്പര്യമുണ്ട്, എനിക്ക് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം, അപ്പൊ അതിനുള്ളൊരു അവസരം ഉണ്ടാക്കി തരണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. അപ്പൊ അവരെനിക്ക് അതനുസരിച്ചുള്ള വെൽക്കം ചെയ്യുന്ന ഒരു സമീപനമാണ് അവർ രണ്ടുപേരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. സിന്ധു കാണുന്ന എന്താ? എനിക്കായിട്ടൊരു സ്പേസ് വേണ്ട. കോൺഗ്രസ് പാർട്ടി സമൂഹത്തിന് വേണ്ടിയിട്ട് ഒരു സ്പേസ് ഇപ്പൊ ഉണ്ട്. ഒരു സ്പേസ് കാരണം ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തന്നെ ഒരു ജനങ്ങൾ കൊടുക്കാൻ വേണ്ടി പോവാണ്. ആ സ്പേസ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്ന് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള നിലപാടുകൾ കോൺഗ്രസ് പാർട്ടി സ്വീകരിക്കട്ടെ. അതിന്റെ ഒപ്പം ഞാൻ നിൽക്കും, ഒരു പ്രവർത്തകയായി നിൽക്കാൻ. അതാണ് എനിക്ക് താല്പര്യം. നേരത്തെ ഈ സമരമൊക്കെ കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ സമയത്ത് പാർട്ടിക്ക് ഭരണം കിട്ടിയപ്പോൾ പലപ്പോഴും പല കോണുകളിൽ നിന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, കാല് വയ്യാതിരുന്ന സിന്ധു കാല് വയ്യാത്ത കുട്ടിയാണ്, കാല് വയ്യാത്ത കുട്ടി ഒരുപാട് സ്ഥാനമാനങ്ങളൊക്കെ നൽകി സിന്ധുവിനൊരു കാറും അങ്ങനെ സൗകര്യങ്ങളുള്ള എന്തെങ്കിലും ഒരു പദവി കൊടുക്കാമായിരുന്നു ചോദിക്കുന്നുണ്ട്. ഈ UDF സർക്കാർ അധികാരത്തിൽ വരുന്ന സിന്ധു ഉറപ്പിച്ചു കഴിഞ്ഞല്ലോ. ആ രീതിയിൽ എന്തെങ്കിലും ഒരു പദവി സിന്ധു പ്രതീക്ഷിക്കുന്നുണ്ടോ, ആഗ്രഹിക്കുന്നുണ്ടോ? ഞാൻ ഷാനി ആദ്യമേ തന്നെ പറഞ്ഞില്ല, പദവികൾ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വ്യക്തിയല്ല ഞാൻ. അതെനിക്ക് സംബന്ധിച്ച് ഞാൻ ഒരിക്കലും അത് ആവശ്യപ്പെട്ടിട്ടുമില്ല. ഇപ്പൊ ഗവൺമെന്റ് വന്ന സമയത്ത് ഇപ്പൊ ഞാൻ ആവശ്യപ്പെട്ടു പോയിട്ടുണ്ട്? ഇല്ലല്ലോ. തെരഞ്ഞെടുപ്പുകളിൽ ഞാൻ ആവശ്യപ്പെട്ടു പോയിട്ടില്ല സീറ്റുകൾ. എല്ലാം പ്രവർത്തനങ്ങളുടെ ഭാഗമായി SFI. പക്ഷേ അപ്പൊ സിന്ധു ഉദ്ദേശിക്കുന്നത് പദവിയല്ല, പദവിയോ സ്ഥാനമാനങ്ങളോ ഒന്നും സിന്ധുവിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ അജണ്ടയല്ലാന്ന് സിന്ധു പറയുന്നു കോൺഗ്രസിന്. പക്ഷെ സിന്ധു ഇപ്പൊ നിൽക്കുന്ന പ്രസ്ഥാനത്തിൽ അങ്ങനെയുള്ള ആഗ്രഹങ്ങളുള്ള അല്ലെങ്കിൽ കുറെ കാലമായി ഇതൊന്നും കിട്ടാതെ അവഗണിക്കപ്പെട്ട് കിടക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പൊ സിന്ധു പുറത്തുനിന്ന് വന്ന ഒരാളെന്ന രീതിയിൽ ചിലപ്പോൾ കൂടുതൽ പരിഗണന നേതൃത്വം തന്നു വരും. അപ്പോൾ സിന്ധുവിനെ ഇന്ന് ഇതുപോലൊരു പദവി തരാം, ഒരു ചെയർമാൻ പദവിയോ എന്തെങ്കിലും തരാമെന്ന് പറയുമ്പോൾ സിന്ധു പറയൂ എനിക്കത് വേണ്ട, കാലങ്ങളായി പാർട്ടിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന അർഹതപ്പെട്ടവർക്ക് അത് കൊടുത്തേക്കൂ എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ സിന്ധു തയ്യാറാവും? ഷാനി, ഞാൻ അതിനെ സംബന്ധിച്ച് പറഞ്ഞല്ലോ, ഇപ്പൊ ഞാൻ ഇനി എന്താണ് ഞാൻ പ്രവർത്തിക്കേണ്ടതെന്നൊക്കെ തീരുമാനിക്കേണ്ട കോൺഗ്രസ് നേതൃത്വമാണ്. ആ നേതൃത്വം എന്ത് പറയുന്നു അതിനെ അനുസൃതമായി പ്രവർത്തിക്കാൻ ബാധ്യസ്ഥയായ ഒരു വ്യക്തിയാണ് ഞാൻ. അംഗത്വം എടുത്തു കഴിഞ്ഞു, ചർച്ചകൾ നടത്തി കഴിഞ്ഞു. അപ്പൊ അവരെന്താണ് ഇനി എന്നെ പറ്റി തീരുമാനിക്കേണ്ട കോൺഗ്രസ് നേതൃത്വമാണ്, ഞാൻ വ്യക്തിപരമായിട്ടല്ല. അതല്ലേ അതിന്റെ ശരി? സിന്ധു കരുതുന്നത് പോലെ പാർട്ടി വിട്ട ശേഷം CPM സിന്ധുവിനെ ആക്രമിക്കുകയോ വ്യക്തിപരമായി ഉന്നമിക്കുകയോ ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായിട്ടുള്ള ഒരു ആക്രമണം എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ CPM-നകത്ത് നിൽക്കുമ്പോഴും വലിയ കുഴപ്പങ്ങളൊന്നും നടത്തിയിട്ടുള്ള വ്യക്തിയല്ലല്ലോ. പിന്നെ എങ്ങനെ എന്നെ വ്യക്തിപരമായിട്ട് ആക്രമിക്കാൻ വേണ്ടി കഴിയുക? പിന്നെ രാഷ്ട്രീയപരമായിട്ട് ഇപ്പോൾ ചില കോണുകളിൽ നിന്ന്, അത് ഏത് കോണിൽ നിന്ന് മനസ്സിലാവുന്നില്ല, ഇങ്ങനെ പേഴ്സണലി അതായത് നമ്മളെ കടന്നാക്രമിക്കാൻ വരെയുള്ള അറ്റാക്സ് ചില ഭാഗത്തുനിന്ന് നടത്തും എന്നുള്ള ഫോണിലൂടെയൊക്കെ ഭീഷണി ഉണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് KPCC പ്രസിഡന്റ് DGPക്കൊക്കെ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള അറ്റാക്ക് ഉണ്ട്. പിന്നെ പൊതുവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയ മര്യാദ പാലിക്കുന്നു, അതല്ല എന്റെ ഒരു ശരി. പേടിയുണ്ടോ മുന്നോട്ട് പോകാൻ? ഒരിക്കലും പേടിയില്ല. എന്താന്ന് വെച്ചാൽ അത് മുന്നോട്ട് അനുസൃതമായിട്ട് പോകാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, മുകളിലൊരു ശക്തി ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പ്രൊട്ടക്ട് ചെയ്തോളൂ എന്നെ ദൈവം. അതുകൊണ്ട് ഞാൻ ഭയപ്പെടുന്നില്ല. ഇപ്പൊ ഏറ്റവും കൂടുതൽ ധൈര്യം കിട്ടുന്നത് ആത്മീയതയിൽ നിന്നാണ്. തീർച്ചയായിട്ടും ആത്മീയത എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് പരസ്യമായിട്ട് പ്രകടിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളതിൽ സന്തോഷമുണ്ട്. മാത്രമല്ല ഞാൻ കോൺഗ്രസ് പ്രവർത്തകയാണ്. അതോടൊപ്പം തന്നെ ഇനി സഭയുടെ ഒട്ടേറെ മേഖലകളുണ്ട്. സഭ സാധാരണക്കാർക്ക് വേണ്ടി നടത്തുന്ന ഒട്ടേറെ പ്രവർത്തനങ്ങളിൽ ഇനി എനിക്ക് പങ്കാളികളാവാൻ കഴിയും. ഇതുവരെ എനിക്ക് അതിനുള്ള അവസരം ഉണ്ടായിരുന്നില്ല. പക്ഷെ പരസ്യമായി സഭയൊക്കെ ഒരുപാട് ചീത്ത പറയേണ്ടി വന്നിട്ടില്ലേ? മീൻസ് അങ്ങനെ പ്രതിഷേധം പറയേണ്ടി വന്നിട്ടില്ല? എന്നെ പശ്ചാത്തപിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കുമ്പസാരിക്കേണ്ട രീതിയിലേക്ക് തെറ്റുകൾ പോയിട്ടുണ്ടായിരുന്നു? ഞാൻ ഒരിക്കലും പരസ്യമായിട്ട് സഭാ മേലധ്യക്ഷന്മാരോ സഭയോ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു നിങ്ങൾക്കൊരു പത്രം എന്നെ പറ്റി ഞാൻ അങ്ങനെ പറഞ്ഞതിന്റെ ഒരു രേഖകൾ കാണിച്ചു തരാൻ ഒരു മാധ്യമങ്ങൾക്ക് കഴിയില്ല. ഞാനത് എപ്പോഴും ശ്രദ്ധിച്ചിരുന്നു. എതിർപ്പുണ്ടായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി MA ബേബി അടക്കം. അവര് പറഞ്ഞു അവരുടെ രാഷ്ട്രീയ നിലപാടാണ്. എനിക്ക് എന്റേതായിട്ടുള്ള നിലപാടുകളുണ്ടല്ലോ. എനിക്ക് വ്യക്തിപരമായി സഭ എന്നുള്ളത് എന്റെ ജീവിതത്തെ സംബന്ധിച്ച് ഒരു വിലപ്പെട്ട കാര്യം തന്നെയാണ്. അപ്പൊ അതിനെ തള്ളി പറഞ്ഞുകൊണ്ട് ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഇനിയിപ്പോ എനിക്ക് കൂടുതൽ ഇൻവോൾവ്മെന്റ് ലഭിക്കും. പാവങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി സഭ നടത്തുന്ന പ്രവർത്തനങ്ങൾ കൂടി എനിക്ക് ഇനി പങ്കാളിയാവാൻ അതിനും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്താണ് UDF സർക്കാരിന് ഉണ്ടാകേണ്ട സ്വാശ്രയ നയം? നേരത്തെ ഉണ്ടായിരുന്നതിനോട് അല്ല, ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ UDF സർക്കാർ ഇനി നയമെന്നില്ലല്ലോ. കാരണം ഇവരാണ് സ്വാശ്രയം കോളേജിൽ കൊണ്ടുവരുന്ന സമയത്ത് UDF ആണ് അധികാരത്തിൽ ഉണ്ടായിരുന്നത്. ഇനി കൈക്കൊണ്ട നയത്തിനോട് സിന്ധുവിന് ഇപ്പോഴും യോജിപ്പുണ്ടോ? അല്ല, ഇപ്പൊ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമായിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ എല്ലാ വിഭാഗം ആളുകളുമായിട്ട് ചർച്ച ചെയ്ത് ഇത് ഒത്തുതീർപ്പിലെത്തിക്കാനുള്ള ശ്രമം ഉണ്ടാവണം. എല്ലാ വർഷങ്ങളിലേക്ക് ഇത് വലിച്ചഴിക്കുന്നത് നല്ലതാണ് വേണ്ടത്. അല്ലാതെ
കേരളത്തിലെ ജനങ്ങളുടെ അല്ലെങ്കിൽ ഭാവി തലമുറയ്ക്ക് എല്ലാ കാലത്തും ഉതകുന്ന ഒരു നിലപാടല്ല വേണ്ടത്. അതെ, വിദ്യാർത്ഥികളോട് എങ്ങനെയെങ്കിലും അല്ല ഒത്തീർപ്പെന്ന് പറയുമ്പോൾ വിദ്യാർത്ഥികളുടെ ഭാവി കൂടി കണക്കിലെടുത്തും എന്ത് നിലപാടുകളാണോ ഭാവിയിൽ വിദ്യാർത്ഥികൾക്ക് ഗുണപ്രദമായിട്ട് വരുന്നത് അതെല്ലാം കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു തീരുമാനം അതുണ്ടാവണം. അത് എത്രയും പെട്ടെന്ന് എടുത്തില്ലെങ്കിൽ വീണ്ടും ഈ പ്രശ്നം ഇങ്ങനെ പോവുകയുള്ളൂ. അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കും വിചാരിക്കുന്നത്? മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിപ്പോ അത് തീർച്ചയായിട്ടും ഭരണം കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ പാർട്ടി തീരുമാനിക്കും, ആ വ്യക്തിയായിരിക്കും ആവുന്നത്. പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടല്ലോ ആരാവുന്നുള്ള സമൂഹത്തിലൊക്കെ അറിയാം. ഇപ്പൊ ഞാൻ വ്യക്തിപരമായിട്ട് അത് പറയേണ്ട പാർട്ടിയുടെ തീരുമാനം. അത് കോൺഗ്രസിൽ സിന്ധുവിന് ഏറ്റവും ഇഷ്ടമുള്ള നേതാവാരാണ്? ഏറ്റവും ബഹുമാനിക്കുന്ന നേതാവാരാണ്? നമ്മള് കോൺഗ്രസിൽ ഒരുപാട് പേര് രാഷ്ട്രീയത്തിനും അപ്പുറം നമ്മൾ ബഹുമാനിക്കുമല്ലോ. ഇപ്പൊ നമ്മളിപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇന്നലെ പ്രവർത്തിച്ചു എന്ന് വെച്ചാൽ നമുക്ക് സിന്ധു ഒരു സംശയം ഈ നമ്മൾ സംസാരിച്ച് തീരുന്ന സമയമായതുകൊണ്ട് ചോദിക്കുകയാണ്. നേരത്തെ സിന്ധുവിനോട് എന്ത് ചോദിച്ചാലും സിന്ധു കൃത്യമായ ഉത്തരം പറയുമായിരുന്നു. കൃത്യമായ സിന്ധുവിന് ഉത്തരമുണ്ട്. ഇപ്പൊ സിന്ധു ഉത്തരം പറയാൻ ഇത്തിരി മടിക്കുന്നുണ്ടോ? മീൻസ് ഒരു അഴകുഴമ്പൻ അങ്ങ് എവിടെയും തൊടാതെ ഇവിടെയും തൊടാതെ? ഒരിക്കലും ഇല്ല. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ഷാനിക്ക് എന്താണ് അങ്ങനെ തോന്നുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നമ്മൾ എന്താ പറയുന്നത്, ഞാൻ ഒരുപാട് കോൺഗ്രസിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഒരുപാട് ബഹുമാനത്തോടെ നോക്കിക്കാണുന്ന നേതാക്കളൊക്കെ ഉണ്ട്. അപ്പോൾ ശ്രീമതി സോണിയാഗാന്ധി എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു വ്യക്തിത്വമാണ്. ഒരു പേര് ചോദിച്ചുകൊണ്ട് ഞാനിപ്പോ പറഞ്ഞു എന്നുള്ളൂ. അതുപോലെ ഒട്ടനവധി കേരളത്തിനകത്തുള്ള നേതൃത്വത്തിനൊക്കെ തന്നെ ഞാൻ ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. സിന്ധു അപ്പൊ സധൈര്യം മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിക്കുന്നു? തീർച്ചയായിട്ടും. മുന്നിലുള്ള പാത ശോഭനമാണ് എന്നും ഇനിയും ഇതുപോലുള്ള അവഗണന ഉണ്ടാകേണ്ടി വരില്ല എന്നും സിന്ധു പ്രതീക്ഷിക്കുന്നു. അവഗണന മറ്റു കാര്യങ്ങളല്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കോൺഗ്രസിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു വെൽക്കം, അതിൽ തന്നെ എനിക്ക് പിന്നെ ഇത്ര 107 മണ്ഡലങ്ങളിൽ പ്രചരണത്തിന് പോകാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ വലിയ കാര്യമായി ഞാൻ കണക്കാക്കുന്നു. പിന്നെ ഞാൻ കുറച്ചും കൂടെ ഇനി പ്രവർത്തന മണ്ഡലം, ഇപ്പൊ ഞാൻ ഇന്നലെ വിദ്യാർത്ഥി രംഗത്താണ് പ്രവർത്തിച്ചിരുന്നത്, പിന്നെ യുവജനത്തിന്റെ രംഗത്തേക്ക് വന്നിരുന്നു. ഇപ്പൊ കോൺഗ്രസ് പാർട്ടിയിലേക്ക് വരികയാണ്. അപ്പൊ അതനുസരിച്ച് ഇനി എന്റെ കാര്യങ്ങളെല്ലാം നേതൃത്വം തീരുമാനിക്കും. അതനുസരിച്ചുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ ഞാൻ സന്തോഷം ഇല്ലെങ്കിലും തീർച്ചയായിട്ടും. എന്തായാലും എല്ലാവിധ ആശംസകളും സിന്ധു പുതിയൊരു രാഷ്ട്രീയ ജീവിതം തെരഞ്ഞെടുക്കുകയാണ്. സിന്ധു പ്രഖ്യാപിക്കുന്നത് പോലെ സുവ്യക്തമായ വിശ്വാസത്തിന്റെ വഴിയിലൂടെ മുന്നോട്ട് പോകാനാണ് തീരുമാനം. ഒപ്പം തന്നെ പുതിയ രാഷ്ട്രീയ നയങ്ങൾക്കനുസരിച്ചുകൊണ്ട് പുതിയ പ്രസ്ഥാനത്തിന്റെ നിലപാടുകൾക്ക് അനുസൃതമായി മുന്നിൽ നിന്ന് പ്രവർത്തനം നയിക്കുകയാണ് തന്റെ വഴിയെന്ന് പറയാൻ ബാക്കി വെച്ചത് സിന്ധു നമ്മളോട് പറയുന്നു.